നമസ്കാരം. ഇന്ന് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഭാഗ്യസംഖ്യ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? സാധാരണ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ച് നെറ്റിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾക്കതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഒരു ബുക്കും പേപ്പറും എടുത്ത് കയ്യിൽ വച്ചേക്കുക. അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ട് ഞാൻ പറയുന്ന രീതിയിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ജനിച്ച വർഷം ഇപ്പം 1982 ആണെങ്കിൽ അതിൽ അവസാനത്തെ 2 ഡിജിറ്റ്, അതായത് 8, 2, അത് 2 കൊടുക്കാം. അത് സ്ത്രീക്കും പുരുഷനും രണ്ടായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നോക്കിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫെങ്ഷുയിൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മളുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിക്കേണ്ടത്. നമ്മുടെ ഭാഗ്യദിശ എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൃദ്ധിയുടെ ദിശ എവിടെയാണ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ നമ്പർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കിഴക്ക് വിഭാഗമാണോ അതേ പടിഞ്ഞാറ് വിഭാഗമാണോ, ഏത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെന്ന് അറിയണമെങ്കിൽ പോലും നമ്മുടെ നമ്പർ നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, കിഴക്ക് വിഭാഗമുണ്ട്, പടിഞ്ഞാറ് വിഭാഗമുണ്ട്. 2 വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുള്ള. കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം 4 സ്ഥലങ്ങളാണ്. ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളും ഉണ്ടടുത്ത് ഒരു വ്യക്തിക്ക് 4ഇടത്തെ പോസിറ്റീവ് എനർജി കിട്ടും. അതിൽ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് കിഴക്ക് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും, വടക്ക് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും, തെക്ക് കിഴക്ക് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും, തെക്ക് ഭാഗത്തുനിന്ന് പോസിറ്റീവ് എനർജി കിട്ടും. അവർക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗങ്ങളാണ് 1 വടക്ക് കിഴക്ക് ഭാഗം, 2 തെക്ക് പടിഞ്ഞാറ് ഭാഗം, വടക്ക് പടിഞ്ഞാറ് ഭാഗം, പടിഞ്ഞാറ് ഭാഗം. ഇത്രയും ഭാഗം അവർക്ക് നെഗറ്റീവ് എനർജിയാണ്. നേരെ മറിച്ച് പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് പടിഞ്ഞാറ് ഭാഗം, തെക്ക് പടിഞ്ഞാറ് ഭാഗം, വടക്ക് പടിഞ്ഞാറ് ഭാഗം, വടക്ക് കിഴക്ക് ഭാഗം. അവർക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്നതാണ് വടക്ക് ഭാഗം, കിഴക്ക് ഭാഗം, തെക്ക് കിഴക്ക് ഭാഗം, അതേപോലെ തെക്ക് ഭാഗം. അതായത് നേരെ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എനർജി കിട്ടുന്നത് നേരെ ഓപ്പോസിറ്റാണ് മറ്റവർക്ക് കിട്ടുക. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. ഈ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ വിഭാഗത്തിൽപ്പെട്ടുള്ള 2, ഇപ്പോൾ ഒരു വിവാഹം നടക്കണമെങ്കിൽ പോലും ഒരേ വിഭാഗത്തിൽപ്പെട്ടുള്ള 2 പേര് തമ്മിൽ വിവാഹം നടത്തുന്നതായിരിക്കാം. 2 പേര് 2 വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിലെന്നും കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് ഫെങ്ഷുയി മുഖേന നമ്മൾ ജാതകം നോക്കുമ്പോൾ അങ്ങനെ കാണുന്നത്. അപ്പോൾ ആ രീതി അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1982 എന്നായിക്കോട്ടെ. ഈ 82 ആകുമ്പോൾ 1982 ആ 82 കൂട്ടുക. 8 2 10. 10 എന്ന് പറയുമ്പോൾ നമ്മളത് ഒറ്റ ഡിജിറ്റായിട്ട് എടുക്കുമ്പോൾ 1 കിട്ടുള്ളൂ, അല്ലേ? അപ്പം നമുക്ക് ഈ 1നെ നമുക്ക് അടുത്ത 10ൽ നിന്ന് കുറയ്ക്കാം. നമ്മളൊരു നമ്പർ 10 എന്നുള്ള നമ്പറിൽ നിന്ന് ഈ 1 കുറയ്ക്കുമ്പോൾ 9 കിട്ടും. അവരുടെ നമ്പർ 9 ഇതിലൊരു പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലൂണാർ കലണ്ടർ അനുസരിച്ചിട്ടാണ് ആ വർഷം തുടങ്ങുന്നത്. അപ്പോൾ ഫെബ്രുവരി തുടക്കം മുതൽ അല്ലെങ്കിൽ ഫെബ്രുവരി ആ വർഷത്തെ ലൂണാർ കലണ്ടർ എന്നാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ജനുവരി ഇപ്പം 1982 ജനുവരി 10 ജനിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1981 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ഏകദേശം ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആദ്യം മുതൽ ലൂണാർ കലണ്ടർ ആരംഭിക്കും. ജനുവരി അല്ല ലൂണാർ കലണ്ടർ ആരംഭിക്കുന്നത്, ഫെബ്രുവരി മുതലാണ് ലൂണാർ കലണ്ടർ ആരംഭിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരു 2-ാം മാസം മുതലോ 3-ാം മാസം മുതലോ നമ്മൾ ജനിക്കുന്നവരാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാം നിങ്ങൾ 1982 ജനിച്ചിട്ടുള്ളത്. നമുക്ക് കറക്റ്റായിട്ട് പറയാം. അത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് ഒന്ന് ഒരു പേപ്പറിൽ എഴുതി നോക്കാം. ഇപ്പം 1-5-1982 അങ്ങനെയൊക്കെ വരുന്നവർക്ക് 5-ാം മാസം അവർ ജനിച്ച് 1-ാം തീയതി 5-ാം മാസം 1982 ജനിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് 8 2 ആ 10ൻ്റെ കൂടെ 10ൻ്റെ കൂടെ ആ 1 മൈനസ് ചെയ്യുമ്പോൾ 9 കിട്ടും. 1 + 0 1. അപ്പോൾ അതിനെ മൈനസ് ചെയ്യുമ്പോൾ അവർക്ക് 9 കിട്ടും. അത് ഒരു ലേഡി ആണെങ്കിൽ, ഇപ്പോൾ 1982 ജനിച്ചൊരു സ്ത്രീ ആണെങ്കിൽ സെയിം രീതിയിലുള്ള കാൽക്കുലേഷനാണ്. 8 2 10, അതിൻ്റെ കൂടെ 1 നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ 5ൻ്റെ കൂടെ 1 കൂട്ടണമെന്ന് പറയുന്നു.
അവർക്ക് നമ്മൾ 10ൻ്റെ കൂടെ നമ്മളെ ഈ കാൽക്കുലേറ്റ് ചെയ്ത നമ്പർ കുറയ്ക്കണം. സ്ത്രീകൾക്കാണെങ്കിൽ അത് 5ൻ്റെ കൂടെ കൂട്ടണം. അപ്പം 5 1 6. ആ സ്ത്രീകളാണെങ്കിൽ 1982 ജനിച്ച സ്ത്രീകളാണെങ്കിൽ അവരുടെ നമ്പർ എന്ന് പറയുമ്പോൾ 6 അത് പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. ശ്രദ്ധിക്കണം, 6 എന്ന് പറയുന്ന സംഖ്യ പടിഞ്ഞാറ് വിഭാഗവും 9 എന്ന് പറഞ്ഞ സംഖ്യ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. അത് നമ്മൾ നല്ല കൃത്യമായിട്ട് നമ്മൾ അതിനൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞ രീതി അനുസരിച്ച് നിങ്ങളൊരു പേപ്പറിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. നിങ്ങളുടെ നമ്പർ കറക്റ്റായിട്ട് അത് കിട്ടാൻ പറ്റും. അപ്പോൾ അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എവിടേക്കായിട്ട് പോസിറ്റീവ് എനർജി കിട്ടും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ 1 3 4 അതേപോലെ 9 ഇത്രയും ഭാഗങ്ങൾ വരുന്ന ഇത്രയും സംഖ്യകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കിഴക്ക് വിഭാഗത്തിലും, 2 5 6 7 8 ഇത്രയും വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പടിഞ്ഞാറ് വിഭാഗത്തിലാണ് പെടുന്നത്. ശ്രദ്ധിക്കുക, 1 3 4 9 ഇത്രയും ഇതാണ് നിങ്ങളുടെ നമ്പർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കിഴക്ക് വിഭാഗവും, 2 5 6 7 8 ഇത്രയും വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആ നമ്പറാണ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പടിഞ്ഞാറ് വിഭാഗത്തിലും പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ആകെ കൺഫ്യൂഷനായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഫെങ്ഷുയുടെ ഒരു ഇതെടുത്തതിന് ശേഷം നിങ്ങൾ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും, വിത്ത് കളർ കിട്ടും. കളറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഏത് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന വാഹനം ഏത് കളറായിരിക്കണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഗുണം കിട്ടുന്നതാണത്. നമുക്ക് ഒരു ഹാൻഡ് കർച്ചീഫെങ്കിൽ നമ്മളൊരു എക്സാമിന് പോവാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ആ കളറിലുള്ള അത് നമ്മുടെ ഭാഗ്യ നിറത്തിലുള്ള ഒരു ഹാൻഡ് കർച്ചീഫെങ്കിൽ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കോൺസെൻട്രേഷൻ കൂടും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അത് ഈ ഒരു നമ്മുടെ കൃത്യമായിട്ടുള്ള നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം ഒരുവിധം സക്സസ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. അതിന് ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ വീട് ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ പവർഫുള്ളാണ് ഈ ഫെങ്ഷി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ തലവര തന്നെ മാറ്റുവാനുള്ള കഴിവ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ നമ്പർ ഇന്ന് തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് വാട്സാപ്പ് ചെയ്യും, ഞാൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ടയക്കാം. അല്ല, നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഈസി രൂപങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ അതനുസരിച്ച് അവരവരുടെ നമ്പർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ഓരോ ദിവസങ്ങളും ഞാൻ ഓരോന്നിനെക്കുറിച്ച് പറഞ്ഞുതരാം. ആഴ്ചയിൽ മിക്കവാറും ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മളൊരു വീഡിയോ ഇടാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. ഇത്തിരി തിരക്കിലായിപ്പോയി, കാരണം ലൂണാർ കലണ്ടർ അനുസരിച്ച് ഇപ്പോൾ പീരീഡ് 9 ആണ്. നമുക്ക് ഈ കലണ്ടർ മാറിയത് കൊണ്ട് നമുക്ക് വീട്ടിൽ പുതിയ പുതിയ കറക്ഷൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി തിരക്കിലായി പോയി ഓരോ വീടുകളിൽ പോയി നോക്കി അത് കറക്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് എനിക്ക് അധികം വീഡിയോ ഇടാൻ പറ്റാത്തത്. ഏതായിരുന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചോളൂ. നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഇതൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. ഈ പൂക്കളയിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ. നമ്മളിടുന്ന എല്ലാ ഇതും അപ്പോഴപ്പോഴും കിട്ടാൻ വേണ്ടിയാണ്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.